എന്റെ ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ റിസ്ക് ഇല്ലാത്ത യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ആ റിസ്കിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഈ ബാങ്ക് FDs ഉണ്ടല്ലോ, ബാങ്ക് FD തീർച്ചയായും ഒരു പരിധി വരെ ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ എങ്കിൽ അൺലിമിറ്റഡ് ഗ്യാരണ്ടി ഒന്നും അതിനില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 50 ലക്ഷം രൂപ വരെ ഒരു FD ഇട്ടാൽ അതിന് 50 ലക്ഷം രൂപ വരെ ഗവൺമെന്റ് ഗ്യാരണ്ടി ഇല്ല. ആദ്യത്തെ 5 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ഗ്യാരണ്ടി ഉള്ളത്. അതിനു പുറമെ ഇതിലൊരു ഹിഡൻ റിസ്ക് കൂടിയുണ്ട്. സാധാരണയായി ബാങ്ക് ഇൻട്രസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു വളർച്ച മാത്രമേ അതിന് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ ഇൻഫ്ലേഷനെക്കാട്ടും മുകളിൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? തീർച്ചയായും അത് ഇക്വിറ്റി മാർക്കറ്റിൽ തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഇൻഫ്ലേഷന് മുകളിലുള്ള യഥാർത്ഥ വളർച്ച ലഭിക്കാനായി നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചാൽ മതിയാകും. കാരണം ഇത് ഡയറക്റ്റായി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ സുതാര്യവും സുരക്ഷിതവും ലളിതവുമാണ്. വെറും മാസം 500 രൂപ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ആരംഭിക്കാവുന്നതാണ്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഏതാണ് നല്ലതെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിന് തീർച്ചയായും നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ടിന്റെ സഹായം വേണ്ടിവരും. അതിനാൽ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ടിപ്സിനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ശരിയായ മ്യൂച്വൽ ഫണ്ട് SIPകൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. Till we meet again, take care.